ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2016 മുതൽ 2020 വരെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന പേരിൽ കോഴിക്കോടുള്ള കുറച്ചധികം യുവാക്കളെ ആകർഷിച്ച് പണം തട്ടിയ കമ്പനിയാണ് ഓൺ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി മൈ ക്ലബ് ട്രേഡേഴ്സ് അഥവാ MCT എന്ന കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2019 മുതൽ ഇന്ന് വരെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ചെയ്ത് തരാമെന്ന പേരിൽ ആളുകളെ പറ്റിച്ച് 500 കോടി തട്ടിച്ച തട്ടിപ്പ് കമ്പനിയാണ് മൈ ക്ലബ് അഥവാ MCT. ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ മുഖ്യ സൂത്രശാലി മലപ്പുറം അമ്പലക്കടവ് കാളികാവ് പാലക്കത്തൊടി വീട്ടിൽ മുഹമ്മദ് ഫൈസൽ എന്നയാളാണ്. 2016 സ്ഥാപിതമായ ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓണറും ഇയാൾ തന്നെയായിരുന്നു. ഇനി വടകരയിൽ പണിത് നിർത്തിവെച്ചിരിക്കുന്ന പ്രിൻസസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന ജ്വല്ലറിയുടെ ഉടമയും ഇയാൾ തന്നെയാണ്. ഈ ജ്വല്ലറി നിലവിൽ വരുമ്പോൾ മുടക്കിയ കാശിന് സ്വർണം എടുക്കാം എന്നാണ് ആളുകളോട് പറഞ്ഞിവർ പറ്റിച്ചിരുന്നത്. ഇപ്പോൾ പ്രോട്ടോൺ സ്വിസ് എന്ന പേരിലും എമർകോയിൻ എന്ന പേരിലും പുതിയ കമ്പനി നടത്തി പുതിയ തട്ടിപ്പുമായി ഈ വിരുദ്ധൻ രംഗത്തുണ്ട്. ഇന്ന് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് നല്ല റിട്ടേൺ നൽകാം എന്ന വാഗ്ദാനം നൽകി വർഷങ്ങളായി മലയാളികളെ പറ്റിച്ച് കോടികൾ സമ്പാദിക്കുന്ന ഒരു തട്ടിപ്പുകാരനെയും അയാളെ ഇതിന് സഹായിക്കുന്ന കുറെ അനുബന്ധ അട്ടകളെയും കുറിച്ചാണ്. മുഖ്യ സൂത്രശാലി മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ ജയിലിലാണ്. എന്നിട്ടും ഇപ്പോഴീ നിമിഷം വരെയും പ്രോട്ടോൺ സ്വിസ് എന്ന കമ്പനി വഴി എമർകോയിനിൽ നിക്ഷേപിക്കൂ എന്ന പേരിൽ ഇയാൾ മലയാളികളെ പറ്റിച്ച് ലക്ഷങ്ങളും കോടികളും കവർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അതെ, സൂത്രശാലി മാത്രമേ അകത്തായിട്ടുള്ളൂ. അട്ടകൾ ഇപ്പോഴും പുറത്തുണ്ട്. എങ്ങനെയാണ് ഈ അട്ടകൾ ഓടി നടന്ന് പ്രബുദ്ധ മലയാളികളെ ഈ തട്ടിപ്പ് ഗണിയിൽ കൊണ്ടുപോയി വീഴ്ത്തുന്നത്? ആ ഗണിയിൽ വീഴാതിരിക്കാനെങ്കിലും പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക. റിസർവ് ബാങ്കിന്റെ അനുമതി ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷേപിക്കുന്ന പണത്തിന് 200 ദിവസത്തിനുള്ളിൽ ഇരട്ടിയായി റിട്ടേൺ നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഇവർ ആളുകളെ സമീപിക്കുന്നത്. ഗ്രോ ലൈൻ, ടോൾ ഡീൽ വെഞ്ചേഴ്സ്, ഗ്രോൺ ബക്സ്, TCT ഫ്യൂച്ചർ ട്രേഡ് ലിങ്ക്സ് എന്നിങ്ങനെ വ്യാജ കമ്പനികളുടെ പേരിലും പണം പിരിച്ചുകൊണ്ട് ഇവർ ഇന്ന് വരെ രംഗത്തുണ്ട്. ജ്വല്ലറി, ടൂറിസം, എഡ്യൂക്കേഷൻ, റീറ്റെയിൽസ്, ഹെൽത്ത്, ഫാഷൻ, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ്, ആർബിട്രേജ് ട്രേഡിംഗ് എന്നിവയിലൊക്കെയാണ് നിങ്ങൾ നൽകുന്ന പണം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും അങ്ങനെയാണ് നിക്ഷേപിക്കുന്ന തുകയുടെ ഇരട്ടി നിങ്ങൾക്ക് റിട്ടേൺ നൽകുന്നതെന്നുമാണ് ഇവർ ആളുകളോട് പറഞ്ഞിരുന്നത്. സാധാരണ മൾട്ടി ലെവൽ തട്ടിപ്പുകാരെ പോലെ തന്നെ വലിയ വലിയ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ഹാളുകൾ എടുത്ത് ആളുകളെ വിളിച്ചുകൂട്ടി പ്രോഗ്രാം നടത്തുക, മോട്ടിവേഷൻ സ്പീക്ക് നടത്തുക, ഇനി അതിന് വരാത്തവരെ സൂം മീറ്റിംഗ് നടത്തി അതിലൂടെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്ന പതിവ് രീതികളെല്ലാം ആളുകളെ പറ്റിക്കാൻ ഇവരും ഉപയോഗിച്ചിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ പണിയില്ലാതെ ആളുകളെ പറ്റിക്കാൻ നടക്കുന്ന ലോക്കൽ അട്ടകളെ മാത്രമല്ല, ബാങ്ക് മാനേജേഴ്സ്, അഡ്വക്കേറ്റ്സ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ വരെ കൺവിൻസ് ആകാത്ത ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനായി ഈ അട്ടകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ നെറ്റ്വർക്ക് എത്രത്തോളം വിപുലമാണെന്നതാണ് ഇതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം. ഇവരുടെ തട്ടിപ്പിനിരയായി 1 കോടിയോളം രൂപ നഷ്ടപ്പെട്ട ഒരു സംരംഭക നമ്മളോട് പറഞ്ഞത് നിക്ഷേപിച്ച തുകയ്ക്ക് പകരമായി MCT നൽകിയ എമർ എന്ന പേരുള്ള ക്രിപ്റ്റോ കോയിൻ ലോകത്തെവിടെയും അപ്പാർട്ട്മെന്റുകൾ വാങ്ങാനും മുഹമ്മദ് ഫൈസലിന്റെ ഇതുവരെ തുടങ്ങാത്ത പ്രിൻസസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണം വാങ്ങാനും ഉപയോഗിക്കാമെന്നുമാണ് അവർ ഇവരോട് പറഞ്ഞിരുന്നത്. അത്രേ. എന്റെ കാര്യം പറഞ്ഞാൽ ദിവ്യ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള കുന്നത്തങ്ങാടിയിലുള്ള ഒരു ലേഡിയാണ് എന്റെ ഏതോ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ കിട്ടിയതാണ്. ഇങ്ങനെ എന്നെ വിളിച്ചു, എന്നിട്ട് എന്നെ വന്ന് കണ്ട് സംസാരിച്ചു. അവരുടെ ഒരു കോയിൻ എമർ എന്ന് പറഞ്ഞ ഒരു കോയിന്റെ കാര്യമാണ്. എന്താണ് കോയിന്റെ പേര്? എമർ. അപ്പൊ ദുബായിലാണ് ഇവരുടെ കമ്പനി. ദുബായിലെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അവിടെ അന്വേഷിപ്പിച്ചു. അവിടെ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, ട്രേഡിംഗ് കമ്പനിയാണ്. ഇവളെ എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് വിശ്വാസം തോന്നിയില്ല. അപ്പൊ ഇവള് എന്ത് ചെയ്തു, ഒരു ബാങ്ക് മാനേജർ ഉണ്ട് ആക്സിസ് ബാങ്കില്, കോഴിക്കോട് ആക്സിസ് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു അയാള്. അയാളുടെ പേര് നിഖിൽ. അപ്പൊ ഇവള് ഇയാളെ കൊണ്ട് കോഴിക്കോട് എന്നിട്ട് എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് എന്റെ പ്ലാനിങ് കാര്യങ്ങൾ ഇവർക്ക് പിന്നെ പ്രിൻസസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജ്വല്ലറി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 2022 ജൂലൈയിൽ ഓപ്പൺ ആവും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് നമുക്ക് ജുവൽസ് എടുക്കാം, അതല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് വാങ്ങാം. എവിടത്തെ അപ്പാർട്ട്മെന്റ്സ്? ഇന്ത്യയിൽ എവിടെ, ലോകത്ത് എവിടെ അപ്പാർട്ട്മെന്റ് വാങ്ങാം ഈ എമർ കോയിൻ കൊടുത്തിട്ട്. പിന്നെ ഗോൾഡ് പർച്ചേസ് ചെയ്യുക. ഇവർക്ക് പ്രിൻസസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ ജ്വല്ലറി സ്റ്റാർട്ട് ആവുന്നുണ്ട് വടകരയില്. വടകരയിൽ അതിന്റെ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നോക്കുമ്പോ അവിടെ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പണിതിട്ടുണ്ട്. ഈ ബാങ്ക് മാനേജറാണ് എന്നെ കൺവിൻസ് ചെയ്യുന്നത്.
അപ്പൊ ഞാൻ പിന്നെ ഇയാളുടെ ബാങ്കിൽ പോയി, അവിടെ പോയിരുന്നു സംസാരിച്ചു. അപ്പൊ ഇയാൾ കുറെ ആൾക്കാരെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഒരു 10-16 കോടിയോളം ഇയാൾ നിക്ഷേപിച്ചിട്ടുണ്ട്. 1.5 കോടി നിക്ഷേപിച്ച ഒരാൾ ഞാൻ ചെല്ലുമ്പോ അവിടെ ഇയാളോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആ പുള്ളിയും പറഞ്ഞു ഞാൻ കറക്റ്റ് ഇടുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് കാശ് കിട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മാസം തോറും അങ്ങനെ കാശല്ല വേണ്ടത്, നമ്മൾ ഗോൾഡ് എന്തെങ്കിലും ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് എടുക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ടോട്ടൽ 1,20,00,000. എന്നാൽ ഇങ്ങനെ ഒരു ക്രിപ്റ്റോ കോയിൻ ലീഗലി അലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിലും നിലവിലില്ല എന്നതാണ് വാസ്തവം. ഈ കോയിൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ തന്നെ ഉണ്ടാക്കിയ നിയമപരമായി യാതൊരു പിന്തുണയും ഇല്ലാത്ത വാലറ്റുകളിലാണ്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വാല്യൂവും ഇല്ല. MCT എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആളുകളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്ത് 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പണം നേരിട്ട് ക്യാഷായി സ്വീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. MCTയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ആളുകളുടെ മൊബൈൽ ഫോണിൽ പണത്തിന് തുല്യമായി ഡോളർ കാണുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ്. അത് വാലറ്റ് ആണോ അതോ എക്സ്ചേഞ്ച് ആണോ എന്നൊന്നും ആളുകൾക്ക് വലിയ ധാരണയില്ലാത്തത് ഇവർക്ക് തുണയായി. വിശ്വാസമില്ലാതിരുന്ന ഈ സംരംഭകയെ കെണിയിൽ വീഴ്ത്താൻ ഇവർ ഉപയോഗിച്ചത് കോഴിക്കോട് ആക്സിസ് ബാങ്ക് മാനേജറിനെ ആയിരുന്നു പോലും. നമ്മളോട് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഇതേ സംരംഭകയാണ് മുഹമ്മദ് ഫൈസൽ എന്ന തട്ടിപ്പുകാരനെ പിടികൂടാൻ ക്രൈംബ്രാഞ്ചിനെ സഹായിച്ചതും. കേരളത്തിലെ വിവിധ ഹോട്ടലുകൾ, ടൂറിസ്റ്റ് ഹോമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രമോഷൻ ക്ലാസുകൾ നടത്തി ആളുകളെ ആകർഷിച്ചായിരുന്നു ആളുകളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. തൃശൂർ സിറ്റി സ്റ്റേഷനുകളിൽ മാത്രം 29 കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ MCT എന്ന കമ്പനിക്കെതിരെ 2021 MCTയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ കേസ് വന്നപ്പോൾ MCT എന്ന പേര് മാറ്റി FTL ഫ്യൂച്ചർ ട്രേഡ് ലിങ്ക്സ് എന്നും ഗ്രോൺ ബക്സ് എന്നും പേര് മാറ്റി ഇവർ ഇതേ തട്ടിപ്പ് തുടർന്നിരുന്നു. കേസ് പിൻവലിക്കാൻ വേണ്ടി പണം നിക്ഷേപിച്ചവരുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷനിൽ കാണുന്ന ഡോളറിന് പകരമായി പണം നിക്ഷേപിച്ചവർക്ക് എമർകോയിൻ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പിന്നെയും പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നു. പുതിയ അത് MCT ടോൾ ഡീൽ വെഞ്ചേഴ്സ്. ഞാൻ ചേരുമ്പോ MCT ഉണ്ട്. MCT തന്നെ വേറൊരു പേരിലായിരുന്നു വന്നിരുന്നത് സംഭവം. ടോൾ ഡീൽ വെഞ്ചേഴ്സ്, പ്രിൻസസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരു 6-7 കമ്പനികളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ട്രേഡിംഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് എമറായിരുന്നു കോയിൻ. പിന്നെ ഇവര് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോ ഇയാൾ ജാമ്യത്തിലിറങ്ങിയ പുതിയൊരു കോയിൻ വന്നു, സ്വിസ്. അത് കഴിഞ്ഞിപ്പോ ഈ കഴിഞ്ഞ ജനുവരി 2024 ജനുവരി പുതിയ പ്രോട്ടോൺ. ഇത് കഴിഞ്ഞിപ്പോ ഞാൻ പറഞ്ഞ ലോഞ്ച് ചെയ്തു അവനീർ കമ്പനി. അതിന്റെ കോയിന്റെ പേര് ടബോർ. അവനീർ എന്ന പുതിയ കമ്പനി ഉണ്ടാക്കി. ടബോർ എന്ന ഇല്ലാത്ത ക്രിപ്റ്റോ കോയിനിന്റെ പേരിൽ തട്ടിപ്പുമായി ഫൈസലിന്റെ അട്ടകൾ ഇപ്പോഴും നാട്ടിൽ സജീവമാണെന്നാണ് ഇവർ നമ്മളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം. എന്താണ് അവനീർ എന്ന കമ്പനി? എന്താണ് ഇനി അവരുടെ പ്ലാൻ? ആരൊക്കെയാണ് ഈ പിടികൊടുക്കാതെ പുറത്ത് വിലസി നടക്കുന്ന അട്ടകൾ? തട്ടിപ്പിനിടയായ ഒരു വ്യക്തി തന്നെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് നേരിട്ട് അതേക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ദയവായി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.